ജസ്റ്റിസ് സൺഡേ നീതി ഞായർ 2024 ആഗസ്റ്റ് 18. KCBC SC/ST/BC കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന സർക്കുലർ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഭാരതം സ്വതന്ത്രമായിട്ട് 77 വർഷം തികയുകയാണ്. മതേതര ജനാധിപത്യ രാജ്യം ആയ നമ്മുടെ ഭാരതത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിവേചനം അനുഭവിക്കുന്ന ക്രിസ്തുമത വിശ്വാസികളായ ദളിത് ക്രൈസ്തവരുടെ അവസ്ഥ മുൻകാലങ്ങളേക്കാൾ വളരെ ദയനീയമാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു പൗരൻ്റെയും അവകാശങ്ങൾ നിഷേധിക്കുവാൻ പാടില്ല എന്ന് ഭരണഘടന ആർട്ടിക്കിൾ 25 വ്യക്തമാക്കുമ്പോൾ, കഴിഞ്ഞ 76 വർഷമായി സ്വന്തം രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിയുന്നവരാണ് നമ്മുടെ സഹോദരന്മാരായ ദളിത് ക്രൈസ്തവർ. ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് പട്ടികജാതി സംവരണം നിഷേധിക്കപ്പെട്ടത്. 1950 ആഗസ്റ്റ് 10 ഇന്ത്യൻ പ്രസിഡന്റ് ഇറക്കിയ പ്രത്യേക ഉത്തരവിൻ്റെ 3-ാം ഖണ്ഡികയിലാണ് ഈ അവകാശ നിഷേധം. ഹിന്ദുമത വിശ്വാസികളായ ദളിതർക്ക് മാത്രമായി പട്ടികജാതി സംവരണം പരിമിതപ്പെടുത്തി. എന്നാൽ 1956 സിഖ് വിശ്വാസികളെയും 1990 ബുദ്ധമത വിശ്വാസികളായ ദളിതരെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്നോക്ക വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മീഷനുകൾ എല്ലാം പട്ടികജാതിക്കാരെ പോലെ ക്രിസ്തുമതം സ്വീകരിച്ച ദളിതരും പിന്നോക്കമാണ് എന്നും അവരെയും പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ നാളിതുവരെയായി ഈ ആവശ്യം അംഗീകരിച്ചു തന്നിട്ടില്ല. ഇതിലൂടെ ഭരണ പങ്കാളിത്തവും ഉദ്യോഗ വിദ്യാഭ്യാസ പ്രവേശനവും വിദ്യാഭ്യാസ ആനുകൂല്യവും നിയമനങ്ങളും ലഭിക്കുന്നില്ല. ഈ അനീതിക്കെതിരെയാണ് 1986 ഗോവയിൽ കൂടിയ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി CBCI ആഗസ്റ്റ് 15 കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നീതി ഞായർ ആയി ജസ്റ്റിസ് സൺഡേ ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തത്. ഭാരതത്തിലെ കത്തോലിക്ക സഭയിൽ 2 കോടി ജനങ്ങളിൽ 1.5 കോടി ജനങ്ങളും ദളിത് വിഭാഗത്തിൽ നിന്നും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചവരാണ്. ഇവർ അനുഭവിക്കുന്ന ഈ നീതി നിഷേധം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ്. അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ, അവരോടൊപ്പം പങ്കുചേരുവാനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും നീതി നിഷേധത്തിനെതിരെ അവർക്കൊപ്പം നിൽക്കുവാനുമാണ് നീതി ഞായർ ആചരിക്കുന്നതിൻ്റെ ലക്ഷ്യം. നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഈ സഹോദരന്മാരെ കൈപിടിച്ച് ഉയർത്തേണ്ടതും വളർത്തേണ്ടതും നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. സ്വന്തമായി കിടപ്പാടം ഇല്ലാത്തവരും വാടക വീടുകളിൽ കഴിയുന്നവരും സ്വന്തമായി ഭവനം ഇല്ലാത്ത അംഗങ്ങളും ഈ സമൂഹത്തിൽ നിരവധിയാണ്. ഒരു ഭവനത്തിൽ തന്നെ കൂട്ടുകുടുംബമായി കഴിയുന്നവരുമുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായ തൊഴിലുകളില്ലാത്ത അവസ്ഥ ഈ സമൂഹത്തെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുന്നതിന് കാരണമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പട്ടികജാതി സംവരണം നിഷേധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകളും വിവിധ ഉത്തരവുകളിലൂടെ ദളിത് ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1959 മുതൽ ലഭിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിറ്റി കോട്ടയിലെ പ്രവേശനം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ഫീസ് കൊടുത്ത് പഠിക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണ്. സംസ്ഥാന സർക്കാരിൽ നിന്ന് 1% സംവരണം ആണ് ദളിത് ക്രൈസ്തവർക്ക് ലഭിക്കുക. അതിൽ തന്നെ SIUC സൗത്ത് ഇന്ത്യൻ യുണൈറ്റഡ് ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ പ്രവേശനത്തിനും ഇതുതന്നെയാണ് അവസ്ഥ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ PSC മുഖേന നടത്തുന്ന തൊഴിലവസരങ്ങളിൽ ക്ലാസ് 1-ൽ 1%, ക്ലാസ് 4-ൽ 2% ആണ് ലഭിക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന നാമമാത്രമായ തൊഴിലവസരങ്ങൾ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ക്ലാസ് 4-ൽ 2290 ഒഴിവുകളും ക്ലാസ് 1-ൽ 872 ഒഴിവുകളുമാണ് നികത്തപ്പെടുവാനുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സഭാ നവീകരണത്തിൻ്റെ ഭാഗമായി ഈ സമൂഹത്തെ ഉയർത്തുവാനും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും കിടപ്പാടം ഇല്ലാത്തവർക്ക് കിടപ്പാടവും കൂട്ടുകുടുംബവുമായി താമസിക്കുന്ന ഭവനങ്ങളിലെ അംഗങ്ങൾക്ക് ഭവനവും തൊഴിൽ ഒഴിവുകളും വരുമ്പോൾ അവർക്ക് പ്രത്യേകമായ പരിഗണനയും നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കേരള കത്തോലിക്ക സഭ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുമാണ്.
മതം മാറിയതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെയോ സമുദായത്തിൻ്റെയോ സാമൂഹികാവസ്ഥ മാറുന്നില്ല. ക്രിസ്തുമതം സ്വീകരിച്ച ദളിത് സഹോദരങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാമൂഹിക സാഹചര്യങ്ങൾ ഇതര പട്ടികജാതിക്കാരുടേതിൽ നിന്ന് വിഭിന്നമല്ല. ഭാരതമൊട്ടുക്ക് ദളിത് പീഡനങ്ങളും വിവേചനപരമായ നടപടികളും തുടർക്കഥയായിരിക്കുമ്പോൾ ദളിത് ക്രൈസ്തവർക്ക് ഇരട്ടപ്രഹരമാണ് ഏൽക്കേണ്ടി വരുന്നത്. ഭരണഘടനയനുസരിച്ചുള്ള സംവരണമില്ല, നിയമ സംവിധാനങ്ങളുടെ പരിരക്ഷയുമില്ല. കേരളത്തിൽ പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ വഴി ലഭിക്കുന്ന സഹായങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. ഈ സാഹചര്യങ്ങൾ നമ്മുടെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുകയും കൂട്ടായ പരിശ്രമം ആവശ്യപ്പെടുന്നതുമാണ്. ദളിത് സഹോദരങ്ങൾക്ക് സഭയ്ക്കുള്ളിൽ അവസര സമത്വവും പ്രത്യേക പരിഗണനയും ആവശ്യമാണ്. 2020 ജൂലൈ 20 റോമിൽ നിന്ന് കോൺഗ്രിഗേഷൻ ഫോർ ക്ലർജി പുറപ്പെടുവിച്ച രേഖ നിഷ്കർഷിക്കുന്നത് ദരിദ്രരും ഒഴിവാക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ആയവർക്ക് സഭയുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണമെന്നാണ്. ഭാരതത്തിലെ സഭാ സംവിധാനങ്ങളിലുള്ള സ്ഥാനങ്ങൾ, നിയമനങ്ങളിലുള്ള പരിഗണന, സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ള പങ്കാളിത്തം തുടങ്ങി എല്ലാ മേഖലകളിലും സഭ ദളിത് ക്രൈസ്തവരെ പ്രത്യേകം പരിഗണിച്ച് അവരെ സഹായിക്കുന്നതിന് ഓരോ ഇടവകയും ശ്രദ്ധിക്കണം. ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് OEC +1 മുതലുള്ള ഉന്നത വിദ്യാഭ്യാസ പ്രവേശനത്തിന് യാതൊരു സംവരണവും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും അഡ്മിഷൻ കിട്ടി എയ്ഡഡ് സ്ഥാപനങ്ങളിലും സ്വാശ്രയ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡും ലപ്സം ഗ്രാൻറ്റും കൊടുക്കുവാൻ പാടില്ല എന്ന ഉത്തരവ് 2023 മാർച്ച് 23 കേരള സർക്കാർ ഇറക്കിയിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ 2011 ഓർഡർ പ്രകാരം ലത്തീൻ കത്തോലിക്കർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും കൊടുക്കുവാനുള്ള നിർദ്ദേശം ഉണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷമായി OEC വിഭാഗത്തിൽപ്പെട്ട ദളിത് ക്രൈസ്തവ കുട്ടികൾക്ക് സർക്കാരിൽ നിന്നും സ്റ്റൈഫൻഡ്, ലപ്സം ഗ്രാൻറ്റ് ലഭിക്കുന്നു എന്ന കാരണത്താൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. വിദ്യാഭ്യാസത്തിനും തൊഴിലിനും രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിനും ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന മറ്റൊരു ജനവിഭാഗം ഭാരതത്തിലില്ല. നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമുള്ള ഒരു രാജ്യത്തിനായി ആശിക്കാം. അതാകട്ടെ നമ്മുടെ ലക്ഷ്യം. ദളിത് ക്രൈസ്തവരോടുള്ള ഗവൺമെൻറ്റിൻ്റെ അനീതിപരമായ നടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ക്രൈസ്തവ സഭാസമൂഹം മുഴുവനും മുന്നോട്ട് വരേണ്ട സമയമാണിത്. വിദ്യാഭ്യാസത്തിനും തൊഴിലിനും രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിനും ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനെതിരെ പ്രതികരിക്കുവാൻ ദളിത് ക്രൈസ്തവരെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പ്രത്യേക ഉത്തരവിലൂടെ പട്ടികജാതി ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയ ആഗസ്റ്റ് 10 വഞ്ചനാ ദിനമായും CBCIയുടെ ആഹ്വാനപ്രകാരം ആഗസ്റ്റ് 18 ജസ്റ്റിസ് സൺഡേ ഐക്യദാർഢ്യ ദിനമായും ആചരിക്കാം. കേരള കത്തോലിക്ക സഭയുടെ ദളിത് ശാക്തീകരണ പ്രവർത്തനങ്ങൾ പ്രധാനമായി നടക്കുന്നത് ദളിത് കത്തോലിക്ക മഹാജനസഭ DCMS വഴിയാണ്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നതിന് ഏവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. കഴിഞ്ഞ അധ്യയന വർഷം 2022-23 SSLC, +2, ഡിഗ്രി, PG തുടങ്ങിയ പരീക്ഷകളിൽ പ്രശസ്ത വിജയം കൈവരിച്ചവർക്കുള്ള ക്യാഷ് അവാർഡ് നൽകി. KCBC SC/ST BC കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ദളിത് കത്തോലിക്ക കുട്ടികൾക്കു വേണ്ടിയുള്ള ടാലൻറ്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിംഗ് പ്രോഗ്രാം, SSLC കഴിഞ്ഞവർക്കുള്ള എൻട്രൻസ് കോച്ചിംഗ് ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കലാപരമായ കഴിവുകൾ കണ്ടെത്തി വളർത്തുന്നതിനുള്ള പരിശീലനം, സിംഫണി ആർട്സ്, SSLC, +2, ഡിഗ്രി ക്ലാസ് കഴിഞ്ഞവർക്കുള്ള PSC കോച്ചിംഗ് ക്ലാസുകൾ എന്നിവ ഉടനെ ആരംഭിക്കുന്നതാണ്. ദളിത് കത്തോലിക്ക ക്ഷേമ പ്രവർത്തനങ്ങൾക്കു വേണ്ടി ജസ്റ്റിസ് സൺഡേയോടനുബന്ധിച്ച് ഇടവക ദിനത്തിൽ നടത്താറുള്ള സ്വസ്ത്രക്കാഴ്ച ഇടവകകളിൽ നിന്ന് ശേഖരിച്ച് രൂപതാ കേന്ദ്രങ്ങൾ വഴി KCBC SC/ST BC കമ്മീഷന് അയച്ചു തരേണ്ടതാണ്. ജസ്റ്റിസ് സൺഡേ ദിനത്തിൽ ഇടവക തലത്തിൽ വിവിധ സംഘടനാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ചാ ക്ലാസുകളും സമ്മേളനവും നടത്തി ജസ്റ്റിസ് സൺഡേ ആചരണം അർത്ഥവത്താക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈശോയിൽ സ്നേഹപൂർവ്വം. ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രേം, ചെയർമാൻ KCBC SC/ST BC കമ്മീഷൻ. റൈറ്റ് റവറൻ ഡോക്ടർ വിൻസെൻ്റ് സാമുവൽ, വൈസ് ചെയർമാൻ KCBC SC/ST BC കമ്മീഷൻ.
മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയിൽ, വൈസ് ചെയർമാൻ KCBC SC ST BC കമ്മീഷൻ.